സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പക്ഷെ എനിക്കിപ്പോ സംശയം, സോഫിയമ്മയുടെ അടുത്ത് നിന്ന് നിങ്ങൾ പിടിച്ചോണ്ട് വന്ന കുട്ടി ഞാനാണോന്ന്. അതെന്താ മോളെ നിനക്കിപ്പോ അങ്ങനെ തോന്നാൻ? അവരുടെ അടുത്ത് നിൽക്കുമ്പോ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ പോലെ കാണിക്കുന്ന സ്നേഹത്തില് ഒരു കള്ളത്തിനും തോന്നുന്നില്ല. എന്റെ ഇഷ്ടത്തിന് എന്നെ അഴിച്ചുവിടുക അല്ല അവര്. എനിക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിലും എന്റെ നന്മയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യിക്കും അവര്. ആദ്യം ദേഷ്യം തോന്നെങ്കിലും അവര് ചെയ്യുന്നതൊക്കെ ശരിയാണെന്നാ എനിക്കിപ്പോ തോന്നുന്നത്. അങ്ങനെയൊക്കെയാ ഒരമ്മ പെരുമാറേണ്ടത്. അതാണ് അമ്മ. അപ്പോ ഞാൻ ചെയ്തതെല്ലാം തെറ്റാണെന്നാണ് നീ പറയുന്നത്? എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശരി, സമ്മതിച്ചു. സോഫിയെ കണ്ടപ്പോ മുതല് നമുക്കിടയിൽ ഒരു അകൽച്ചയുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെയാ നിന്നോട് സംസാരിക്കാൻ ഞാൻ തീരുമാനിച്ചത്. നിനക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് അല്പം സംസാരിക്കാം. ഞാനായിട്ട് ഇനി നിന്നെ ഒന്നിനും നിർബന്ധിക്കില്ല. നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു. പ്രായം ഇത്രേ ഉള്ളുവെങ്കിലും ഒരു സ്വതന്ത്ര വ്യക്തിയായിട്ടുള്ള പരിഗണന ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. അത് സ്നേഹക്കുറവാണെന്ന് നിനക്ക് തോന്നിയെങ്കിൽ ശരി, സംസാരിക്കാം. എങ്കിൽ വാ എന്റെ കൂടെ. നമുക്കൊരു യാത്ര പോവാം. അതോടെ അവസാനിക്കും നിന്റെ എല്ലാ സംശയങ്ങളും. വാ. നേരത്തെ ഇത്ര അത്യാവശ്യക്കാര്? കുഞ്ഞാറ്റ, അവളെ കാണാനില്ല. അതിന് സാമുവല് അവനെവിടെ ഇല്ലേ? ഇല്ല. അവനെ ഫോൺ ചെയ്താലും കിട്ടുന്നുമില്ല. അവൻ
അവനെ ഒന്ന് അറിയിക്കോ വിവരം? ഇച്ചായം ബാംഗ്ലൂരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അവിടെ ചിലപ്പോ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടാവും. അങ്ങനെയല്ല, ബെല്ലടിച്ചിട്ട് കട്ടാവുക. ആവശ്യമില്ലാത്ത നമ്പറൊക്കെ ബ്ലോക്ക് ചെയ്യാൻ ഞാനാ ഇച്ചായനോട് പറഞ്ഞത്. നാൻസി, ഈ സമയത്ത് നീയ് ഏത് സമയം? ആ തലതെറിച്ച സന്താനത്തെ കാണാതായതോ? ഇത്രയും പ്രായമുള്ള എന്നെ ഡീന്ന് വിളിച്ചിട്ടാ അവൾ ഇവിടുന്ന് ഇറങ്ങിയത്. കയ്യിലിരിപ്പ് വെച്ചേ ആരെങ്കിലും കൊന്ന് കാണയിലോ പുഴയിലോ തള്ളിയിട്ടുണ്ടാവും. 3 ദിവസം കാത്തിരുന്നാ മതി, താനെ പൊന്തിക്കോളും. ഇവിടെ നിങ്ങളുടെ കണ്ണീര് വീഴില്ലെന്ന് നെഞ്ചു വിരിച്ച് എന്നെ വെല്ലുവിളിച്ചിട്ട് ഇറങ്ങി പോയതല്ലേ? എന്നിട്ട് പട്ടി മോങ്ങുന്ന പോലെ നിന്ന് മോങ്ങുന്നു. നിങ്ങളെ കരയാൻ പോകുന്നതേ ഉള്ളൂ. മോളിലുള്ള ഒരാള് കാണുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ചങ്ക് തകർന്ന് കരയും. ഒരു വീട്ടുവേലക്കാരിയെ പോലെ നിങ്ങൾ കടിമപ്പണി ചെയ്തു തന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞും കൂടി പാല് തന്ന കൈക്ക് തന്നെ കൊത്തി. അതിനുള്ള പ്രതിഫലം കിട്ടാതിരിക്കും. പിന്നെ നിങ്ങൾ ശപിച്ചല്ലോ എന്റെ ഇച്ഛായം കാരണം ഞാൻ കരയൂന്ന്. ഇപ്പോ വളരെ സന്തോഷത്തിലും മനസ്സമാധാനത്തിലും എന്റെ ഒപ്പം ജീവിക്കുന്ന കരഞ്ഞു തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഉണ്ടാവുമ്പോ കാടടിച്ച് ഞാൻ ക്ഷണിക്കാം. നാൻസി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നാൻസി, ഇച്ചായൻ ഇന്ന് ചുമ്മാതിരിക്കെ. എന്റെ അടുത്ത് അവര് കാണിച്ച അഹങ്കാരം എന്താന്ന് ഇച്ചായൻ അറിയില്ല. കുഞ്ഞാറ്റയ്ക്ക് എന്താ പറ്റിയത്? നേത്രാവതി അമ്മ അവളെ എന്റെ മാതാവേ, കുഞ്ഞാറ്റയ്ക്ക് ഒന്നും സംഭവിക്കില്ലേ? തൃപ്പൂണിത്തുറയിലുള്ള വീട്ടിൽ നിന്നും കുഞ്ഞാറ്റ അപഹരിച്ചെടുത്തുകൊണ്ട് വന്ന് എന്റെ ഈ കൈകളിൽ ഏൽപ്പിച്ചു തന്നത് ചാമിയാണ്. ജോൺസന്റെ വീട്ടിൽ നിന്ന് വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു, എപ്പോഴും ഇങ്ങനെ ഒരു ആലോചന. എന്താ മോളെ?
അവരെ കുറിച്ചൊക്കെ ഓർക്കും മുത്തശ്ശ. ഓ എന്ത് രസാ അവിടെ. നമ്മളെ പോലെ വലിയ വീടൊന്നുമല്ല. ആഹാ. മുറ്റത്ത് വലിയ ഗാർഡനും വലിയ മതിലൊന്നുമില്ല. ജാതിയും ഗ്രാമ്പും റബ്ബർ തോട്ടമൊക്കെ ചുറ്റിനും. ഇസ ചേച്ചിയും കേവിനൊക്കെ അടിച്ചു പൊളിച്ച അവിടെ ജീവിക്കുന്നത്. വീഞ്ചിലും കൂടി ചെന്നപ്പോ നല്ല രസമായി കാണും. നീ അവരുമായിട്ടൊക്കെ നല്ല സ്നേഹത്തിലായിരുന്നു അല്ലേ? അല്ലല്ല, എന്നും അടിയും ബഹളമായിരുന്നു. അന്ന് എനിക്ക് അവരോട് ഭയങ്കര ദേഷ്യായിരുന്നു. ദേഷ്യം കാരണം ഉറങ്ങാൻ പോലും പറ്റില്ലായിരുന്നു ചിലപ്പോ. ഇപ്പൊ മാറി ഇന്ന് ആലോചിക്കുമ്പോഴാ അതിന്റെയൊക്കെ ഒരു രസം പിടികിട്ടുന്നത്. പിന്നെ കുഞ്ഞാച്ച, അവളുമായിട്ടായിരുന്നു ഏറ്റവും വഴക്ക്. ഞങ്ങള് തമ്മിൽ ഇടിയൊക്കെ കൂടിയിട്ടുണ്ട്. അവളെ നേത്രാവതി പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടിട്ട് ഒരിക്കലും തുറന്നു വിടരുതെന്നാ ഞാൻ പറഞ്ഞത്. ചാടി പോന്നിട്ട് അവൾ ഓട് പൊളിച്ചു വന്നിട്ട് എന്റെ തലയിൽ വെള്ളം ഒഴിച്ചു. അന്നൊക്കെ തോന്നിയ ദേഷ്യത്തിന് കണക്കില്ല. പക്ഷേ എന്താന്നറിയില്ല, അവളെ ഇപ്പൊ എപ്പോഴും ഓർമ്മ വന്നുകൊണ്ടിരിക്കുക. ഓർക്കുന്ന കൂട്ടത്തില് പെട്ടെന്ന് സങ്കടവും വരും. അതെന്താ മുത്തശ്ശ അങ്ങനെ? അത് ഈ പൂർവജന്മ ബന്ധം എന്നൊക്കെ കേട്ടിട്ടില്ലേ? മനുഷ്യന്റെ ജീവിതത്തിൽ ചിലപ്പോ അങ്ങനെ ചിലതൊക്കെ ഉണ്ടാകാറുണ്ട്. ചിലപ്പോ മുമ്പ് കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളായിരിക്കും. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ അയാളുമായിട്ട് ഒരുപാട് കാലത്തെ ബന്ധമുള്ളതായിട്ടൊക്കെ തോന്നും. ചിലരുമായിട്ട് നമ്മൾ എത്ര പിണങ്ങിയാലും വഴക്കിട്ടാലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചെറിയ നീരുറവ വറ്റാതെ കിടക്കും. എനിക്ക് അവളെ ഒന്ന് കാണണം എന്ന് തോന്നാ മുത്തശ്ശ. അതിനെന്താ മോളെ, നമുക്ക് എപ്പോ വേണേലും പോയി കാണാമല്ലോ. സാർ, അയൽപക്കത്തെ വീടുകളിലെല്ലാം അന്വേഷിച്ചു. അവരെവിടെ പോയെന്ന് ആർക്കും ഒരു രൂപവും ഇല്ല. ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്. ഇതല്ലേ ആ സ്ത്രീ സോഫി? സാറിന് എങ്ങനെ അറിയാം അവരെ? ഇവരുടെ കുട്ടിയെ കാണാതായ സമയത്ത് ഞാനായിരുന്നു തൃപ്പൂണിത്തുറ എസ്. കംപ്ലൈന്റ് തന്നിട്ട് ഓരോ ദിവസവും സ്റ്റേഷനിൽ കയറി ഇറങ്ങുമായിരുന്നു. എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് അന്വേഷിച്ചു. എന്റെ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു മുഖം. ഒരു തരത്തിൽ ആലോചിച്ച കഷ്ടമുണ്ടല്ലോ. നമ്മുടെ ജോലി അതല്ലേ സാറേ. സോഫി, ഓർമ്മയുണ്ട് എന്നെ? മോഹൻ സാർ, അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ സാറേ. സാറിനറിയോ, എനിക്ക് അവളെ തിരിച്ചു കിട്ടി. ഇപ്പോ സാറാണോ ഇവിടെ? അതെ സോഫി. അപ്പൊ അതേ പരാതിയുമായി ഞാൻ സാറിന് മുന്നിൽ വീണ്ടും വരേണ്ടി വരുമല്ലേ? അതിന്റെ ആവശ്യമില്ല സോഫി. വാഗമൺ പോലീസിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ ഉണ്ട്. അവിടെ ഉണ്ടായ കാർ അപകടത്തിൽ ഒരു സ്ത്രീയും കുട്ടിയും മരിച്ചെന്നു. മരിച്ചവരിൽ ഒരാൾ നേത്രാവതിയാണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. നേത്രാവതിയുടേതായിരുന്നു കാർ. യാത്രയിൽ അവർക്കൊപ്പമുള്ളതായിരുന്നു കുട്ടി. യാത്രയ്ക്കിടെ അപകടം നടന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു റെസ്റ്റോറന്റിൽ നിന്നും അവർ ഭക്ഷണം കഴിച്ചിരുന്നു. ഇരുവരുടെയും ദൃശ്യങ്ങൾ അവിടുത്തെ CCTV-യിൽ പതിഞ്ഞിട്ടുണ്ട്. കൊക്കയിലേക്ക് മറിഞ്ഞ കാർ കത്തി മൃതദേഹങ്ങൾ രണ്ടും തിരിച്ചറിയാനാവാത്ത അവസ്ഥയിൽ. പക്ഷേ വർഷങ്ങളായി നേത്രാവതിയുടെ സഹയാത്രികരായിരുന്ന ആ കുട്ടി ആരാണെന്ന് മനസ്സിലാക്കാൻ അവരുടെ സഹപ്രവർത്തകർക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. കുഞ്ഞാറ്റ. നീ
സോഫി ഞങ്ങളുടെ കൂടെ വരണം. ബോഡി ഐഡന്റിഫൈ ചെയ്യണം. കത്തിക്കരിഞ്ഞു പോയൊരു ശരീരം എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാനാ സാറേ? അത് പോലീസിന്റെ ഒരു പ്രൊസീജിയറാണ് സോഫി. പിന്നെ ഇപ്പൊ മരിച്ചതാരാണ് തിരിച്ചറിയാൻ DNA ടെസ്റ്റ് ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ എന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയപ്പോ അതെന്റെ കുഞ്ഞാറ്റ തന്നെയാണെന്ന് സ്ഥിരീകരിക്കാൻ ഒരു DNA ടെസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പോ പോവാല്ലേ സാർ? സോഫിക്ക് വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കാനോ പറ്റുണ്ടെങ്കിൽ. എനിക്ക് എടുക്കാനായുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ സാർ. അതിപ്പോ വീട്ടിലില്ല. പോകാം. വണ്ടിയിടും. മാതാവിന്റെ ഹിതമില്ലാതെ ഒന്നും നടക്കുന്നില്ല. കഷ്ടതകളും യാതനകളും നമുക്ക് തരുമ്പോ അതിന്റെ പിന്നിൽ ഒരു അർത്ഥം ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. സ്റ്റെല്ല പറയുന്നതെല്ലാം നല്ല കാര്യങ്ങളാ. പലതും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പൊ ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരാളിവിടെ ഉണ്ട്. മമ്മി, ദാ, ഇവള് മാതാവിന്റെ ഏറ്റവും വലിയ ഭക്തയെ. ഇപ്പോ മാതാവിന്റെ പള്ളിയിൽ പോണോന്നും മെഴുകുതിരി കത്തിക്കണോന്നൊക്കെ പറഞ്ഞ് വലിയ ശല്യം ഇവള്. അതാ ഞാൻ സ്റ്റെല്ലിയെ വിളിച്ചു വരുത്തിയത്. ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരുന്നവരുടെ ഒരു പ്രശ്നവാത്. അത്രയും നാളും പ്രകാശം എന്താന്ന് അറിഞ്ഞിട്ടില്ല, അതിന്റെ വെളിച്ചം എന്താന്ന് അറിയില്ല. പക്ഷേ അത് ഒരിക്കൽ അനുഭവിച്ചു കഴിഞ്ഞാ അതില്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടാവും. സിനിമയിലാണെന്ന് സങ്കല്പിച്ചാലും മാതാവിന്റെ അനുഗ്രഹമുള്ള മാലാഖക്കുട്ടിയുടെ പകരക്കാരി ആയവളല്ലേ ജോല്. ആ വെളിച്ചത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ കൊണ്ടുപോയിക്കോളാം ഇവള് പള്ളിയില്. മോൾക്ക് കുറച്ചു ദൂരം നടക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ആ മാലാഖക്കുട്ടിയുടെ വീട്ടിൽ പോയതിനു ശേഷം മോളുടെ സ്വഭാവം ആകെ മാറി. ഓർക്കുന്നുണ്ടോ? നേരത്തെ എന്നോട് മിണ്ടാറ് പോലും ഇല്ലായിരുന്നു നീ. ഇപ്പൊ എനിക്കൊപ്പം പള്ളിയിൽ വരുന്നു, കുറച്ചു ദൂരം നടക്കാൻ തയ്യാറാവുന്നു. ഇതൊക്കെ വലിയ അതിശയാട്ടോ. നമ്മുടെ ജീവിതത്തിലൂടെ ചിലപ്പോ പെട്ടെന്നൊരു വെളിച്ചം കടന്നു പോവും. അപ്പോഴാ നമുക്ക് മനസ്സിലാവുന്നത് ഇത്രയും നാൾ അന്ധകാരത്തിലാണല്ലോ ജീവിച്ചെന്ന്. ആ തിരിച്ചറിവിനെ അവഗണിച്ചുകൊണ്ട് വേണമെങ്കിൽ പഴയതുപോലെ ജീവിക്കാം, അല്ലെങ്കിൽ പുതിയൊരാളായിട്ട് ജീവിക്കാം. അങ്ങനെ അധിക അവസരങ്ങൾ തരാറില്ല ദൈവം. നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവത്തിനും ഓരോ അർത്ഥമുണ്ട്. കേട്ടിട്ടില്ലേ കർത്താവ് പറഞ്ഞത്, ഞാൻ അറിയാതെ നിന്റെ ഒരു മുടിനാര് പോലും പൊഴിയാറില്ലെന്ന്. സാറേ, 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 വണ്ടി ഒന്ന് നിർത്തണം. എന്തിനാ സോഫി? സാറേ, എനിക്ക് ആ കുട്ടിയോട് ഒന്ന് സംസാരിക്കണം. വണ്ടിയൊന്ന് നിർത്ത്. സോഫി, നമുക്കധികം സമയമില്ല. സോഫിക്ക് വേണ്ടി ഇനി അധികം സമയം ചെലവഴിക്കേണ്ടി വരില്ല സർ. ആരും ഇപ്പോഴെനിക്ക് വേണ്ടി ഒരു 2 മിനിറ്റ് ഒന്ന് ക്ഷമിക്കണം. ജീവിക്കാനുള്ള ഏക പ്രതീക്ഷ അതൊന്ന് പരീക്ഷിക്കുവോ? ശരി. മോളെ, സോഫിയമ്മയാ മോളെ. മോള് കുറച്ചു നാള് സോഫിയമ്മയുടെ കൂടെ പോയി നിന്നില്ലേ? മോള് സോഫിയാന്റിയുടെ വീട്ടിൽ വെച്ച് ഇവളെ കണ്ടോ? ഞാൻ സോഫിയുടെ വീട്ടിൽ നിന്ന് പകലാണോ രാത്രിയാണോ പെട്ടിയായിട്ട് പോയത്?
ഇതാണോ കുഞ്ഞാറ്റയുടെ അമ്മ സോഫി? മോൾക്ക് ഇവരെ പരിചയമുണ്ടോ? ഇവളെന്റെ കൂടെ കുറെ കാലം താമസിച്ചതാ, ഒരു മകളെ പോലെ. ഇപ്പൊ ഇവൾക്ക് എന്നെ കണ്ടിട്ട് ഒരു പരിചയവും ഇല്ല. ഞാൻ ഏഞ്ചലാണെന്നാണല്ലോ ഇവര് കരുതിയിരിക്കുന്നേ. പരിചയമുണ്ട് ആന്റി. നിങ്ങൾ ആരാ ഏതെന്നൊന്നും എനിക്കറിയില്ല. എന്റെ മുന്നിൽ സമയം തീരെ കുറവാ. എനിക്ക് ഇവളോട് 2 മിനിറ്റ് ഒന്ന് തനിച്ച് സംസാരിക്കാൻ പറ്റുമോ? സ്റ്റെല്ല ആന്റി പേടിക്കണ്ട. എന്നാ ഞാൻ മെഴുകുതിരി വാങ്ങിച്ചിട്ട് വരാം. ഒരു മകളെ പോലെ എന്റെ കുഞ്ഞാറ്റയായിട്ട് സ്നേഹിച്ചതാ നിന്നെ ഞാൻ. ഇപ്പോ നിനക്ക് എന്നോടുള്ള മനോഭാവം എന്താണെന്ന് നിന്റെ നോട്ടത്തിലുണ്ട്. എന്റെ ഭ്രാന്തനൊപ്പം സഹകരിച്ചു നിന്നവരാ നീയും നിന്റെ കുടുംബവും. എന്നിട്ടും സ്വന്തം മകളെ കിട്ടിയപ്പോ ഞാൻ നിന്നെ കൈയൊഴിഞ്ഞു. നിന്റെ പപ്പ ജയിലിൽ പോവാനും കാരണക്കാരി എന്റെ കുഞ്ഞാറ്റയാണെന്നാ പറയുന്നത്. കുഞ്ഞാറ്റയാണത്രേ സാമുവലിന്റെ പെട്ടി മോഷ്ടിച്ചോണ്ട് പോയത്. ഒന്നിനെ കുറിച്ച് ഒരു വിശദീകരണം തരാനുള്ള സമയം എനിക്കില്ല. നീ ആ വണ്ടി എന്നെ കാത്തു കിടക്കോ? ആ വണ്ടി ചെന്ന് നിൽക്കാൻ പോകുന്നത് ഒരു ദുരന്ത സ്ഥലത്താ. കൊക്കയിലേക്ക് മറിഞ്ഞ കാറ് കത്തി 2 പേര് മരിച്ച സ്ഥലത്ത്. എന്റെ കുഞ്ഞാറ്റയും നേത്രാവതിയും. അത് വിശ്വസിച്ചിട്ടില്ല ഞാൻ. എന്റെ ഹൃദയം സ്പന്ദിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കുഞ്ഞാറ്റ ജീവനോടെ ഉണ്ടെന്ന്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ മരിക്കാൻ പറ്റില്ല എന്റെ മോൾക്ക്. അവൾക്ക് വേണ്ടിയാ ഞാൻ ഇത്രയും കാലം തപസ്സിരുന്നത്. വെറുപ്പും വിദ്വേഷവും ഒക്കെ മാറി അവൾ എന്നെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഇങ്ങനെ സംഭവിക്കാൻ പറ്റത്തില്ല. മാതാവിന്റെ അനുഗ്രഹമുള്ള കുട്ടിയാണ് നീ എന്ന് എനിക്കറിയാം. പലതും മുൻകൂട്ടി കാണാനും ചില കാര്യങ്ങൾ ദൈവഹിതത്തിനനുസരിച്ച് മാറ്റിമറിക്കാനും ശേഷിയുള്ള ഒരാള്. എന്നെ ഇനി സഹായിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും ആകെ ഉറപ്പുള്ളൊരു കാര്യം പറയാം. കുഞ്ഞാറ്റ ഇല്ലാത്തൊരു ഭൂമിയിൽ ഈ സോഫ ഉണ്ടാവില്ല ഒരു നിമിഷം പോലും. ആ ഒരൊറ്റ ഉറപ്പിന്മേല ഞാനിപ്പോ പിടിച്ചു നിൽക്കുന്നേ. നിന്റെ കാൽച്ചുവട്ടിന്ന് ഒരു പിടി മണ്ണെടുത്തോണ്ട് പോവാ ഞാൻ. തിരിച്ചു തരാൻ പ്രാർത്ഥിക്കണം എന്റെ കുഞ്ഞിനെ.